ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രത്തിലെ ആദ്യ പേജിൽ വലിയ വെണ്ടയ്ക്കാക്ഷരത്തിലുള്ള വാർത്ത കണ്ട് ഞെട്ടിപ്പോയി. മറ്റ് പത്രങ്ങളൊന്നും തന്നെ കാണാത്ത ഒരു വാർത്തയാണ്. അതായത് അമേരിക്കയുടെ തീരുവ ഭീകരതയ്ക്കെതിരെ ട്രംപിന് നേരെ CPM ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. മോദിയുടെ വിധേയത്വത്തിനും എതിരെ CPMൽ MA ബേബി വളരെ രോഷാകുലനായി തീർന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വിരട്ടൽ കണ്ട് ഭയന്ന് 75-ലെത്തിയ നരേന്ദ്രമോദി ചിലപ്പോൾ സ്വയം വിരമിക്കുമോ എന്നൊരു സംശയം. അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. 81-ലെത്തിയ ഡൊണാൾഡ് ട്രംപ് മിക്കവാറും ക്യാപിറ്റൽ ഹില്ലിലെ തൻ്റെ ഭരണം അവസാനിപ്പിച്ച് ചിലപ്പോൾ പോയി ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, ഭൂമിക്കടിയിലെങ്ങാണ്. കാരണം ഇന്ത്യയിലെ CPM എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ശക്തി? രാജ്യാന്തര ശക്തി എത്രമാത്രമാണ്, ദേശീയമായിട്ടുള്ള അതിൻ്റെ ശക്തി എത്രമാത്രമാണ്. അപ്പോൾ അത്രയും വലിയൊരു ഒരു പാർട്ടി ഒരു പ്രക്ഷോഭം നടത്തുക എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ജൻ സി എന്ന് പറയുന്ന സംഘടന നടത്തിയ പ്രക്ഷോഭം പോലെ ഒരു പ്രക്ഷോഭമായിക്കൊണ്ട് മിക്കവാറും ട്രംപിൻ്റെ ജീവൻ തന്നെ ചിലപ്പോൾ അപകടത്തിലാക്കിയേക്കാം. അത്ര വലിയ ശക്തമായിട്ടുള്ളൊരു സമരമാണ് നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി വിജയനാഥെ? ഇത്രയും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. 75-ാം ജന്മദിനത്തിൽ മോദിക്ക് അവരർപ്പിക്കുന്ന ഏറ്റവും വലിയ അഭിവാദ്യം കൂടിയായത് എന്താണെന്നറിയാമോ? നാളിന്ന് വരെ 2014 അദ്ദേഹം ഭരണം ആരംഭിക്കുന്നത് മുതൽ ഇന്ന് വരെ, അതിനു മുമ്പ് ഗുജറാത്ത് ഭരിച്ചിരുന്നപ്പോഴും അവർ സ്വൈരം കൊടുത്തിട്ടില്ലാത്ത ഒരാളാണ് നരേന്ദ്രമോദി. ഏത് വിധത്തിലൊക്കെ അദ്ദേഹത്തെ കൊടുക്കാമോ, കുഴി കൊണ്ട് ചാടിക്കാമോ, അതെല്ലാം ജാഗ്രതയോടെ നോക്കിയും അദ്ദേഹത്തിൻ്റെ പേരിൽ വീഡിയോ രഥങ്ങൾ ഗുജറാത്തിലെ കലാപത്തിൻ്റെ ഇവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് വർഗീയ വികാരത്തിൻ്റെ സ്ഫോടനത്തിന് വേണ്ടി തീ കൊളുത്തുകയും ചെയ്ത സംഘടനയാണ്. ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഓരോ നയം, സാമ്പത്തിക നയം, ഉദാരീകരണ നയം, പിന്നെ നോട്ട് നിരോധനം, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ GST നിരക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ മാർക്കറ്റിലെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്, വില കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനെ വരെ എതിർത്ത ഒരു ധനമന്ത്രിയാണ് നമുക്ക് കേരളത്തിനുള്ളത്. വലിയ വിചിത്രമെന്ന് പറയട്ടെ, ആളുകൾക്ക് വില കുറഞ്ഞ് കിട്ടുമ്പോൾ അതിനെ എതിർത്ത് നരേന്ദ്രമോദിയെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ എതിർത്ത ഒരു വിചിത്ര വീര്യനാണ് നമ്മുടെ ധനമന്ത്രി. അപ്പോൾ ആ തരത്തിൽ എല്ലാ തലങ്ങളിലും എതിർത്തുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും അതിനെ എതിർക്കുന്ന ഒരു സംഘടനാ ബലവുമാണ് അവർക്കുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ 75-ാം ജന്മദിനത്തിൽ അവർ പറയുന്നത് എന്താ? അമേരിക്കൻ തീരുവ യുദ്ധത്തിനെതിരെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മോദിയോടൊപ്പം നിൽക്കുമെന്നാണ്. മോദി ഇത് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹം നിങ്ങളെപ്പോലെ മസിലും പവറും ഒന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് മിണ്ടാതങ്ങിരുന്നു. നിങ്ങൾ പിന്നെ ഈ നരേന്ദ്രമോദിയുടെ പാർട്ടിയെക്കാട്ടിലും, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ പാർട്ടി. ഇവരുടെ പാർട്ടി അതിലുമൊക്കെ വലുതായിട്ട് ഗോളാന്തരമായിട്ടും ഒക്കെ അങ്ങ് വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് മിക്കവാറും ട്രംപ് മുട്ടുമുടക്കും കേട്ടോ. ഇപ്പം നരേന്ദ്രമോദി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പഴയ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ, അതുപോലെ തന്നെ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, അതോടൊപ്പം നരേന്ദ്രമോദി തലയെടുപ്പോടെ നിന്നപ്പോൾ ഒരു കൊമ്പനെ പോലെ രണ്ട് വശത്ത് നിൽക്കുന്ന മസ്തകത്തിന് ഉയരം കുറഞ്ഞ കൊമ്പന്മാരെങ്ങനെ സംസാരിക്കുമോ അദ്ദേഹത്തോട് അതേ ഭാഷയിലും ശരീരഭാഷയിലുമാണ് ഇന്ന് സംസാരിച്ചത്. പാകിസ്ഥാൻ പ്രസിഡന്റ് അവിടെ വന്നത് ഷഹബാസ് ഷെരീഫ് അഗണ്യ കോടിയിലായി ഒരു മൂലയ്ക്ക് ഒതുക്കി. അവിടെയും അദ്ദേഹം ഒതുക്കി. അങ്ങനെയൊക്കെ ഒതുക്കി സ്വീകാര്യനായി അവിടെ വന്നപ്പോൾ CPMന് വലിയ സന്തോഷമായി, ചൈനയോട് അടുക്കുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ അമേരിക്കയുമായിട്ട് ഇനി ശത്രുതയാവുമെന്ന് പറഞ്ഞ് കൈകൊട്ടിയിരുന്നു. തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പങ്കാളിയാണ്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന തിരിച്ചറിവ്, വെളിവ്. 81 വയസ്സല്ലേ, ചിലപ്പോഴൊക്കെ പിരി ലൂസാവും. ആ പിരി ഒന്ന് മുറിയിട്ടൊരു ബോധം പെട്ടെന്ന് അദ്ദേഹത്തിന് ഉദിച്ചു. അദ്ദേഹം ഇപ്പോൾ അയച്ചിരിക്കുന്ന ആരെന്നറിയോ? ചർച്ചയ്ക്കായിട്ട് മോദിയുടെ മുമ്പിൽ ട്രംപ് മുട്ടുമടക്കി കഴിഞ്ഞു. ആരെ അയച്ചിരിക്കുന്നത്? അവിടുത്തെ ഏറ്റവും വലിയ ചീഫ് നെഗോഷിയേറ്ററായിട്ടുള്ള ബ്രെൻറ്റൺ ലിഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ ആ ധനകാര്യസ്ഥിതിയുടെ അവസാനത്തെ വാക്കാണ്. അദ്ദേഹത്തെയാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഒരു ഉപദേഷ്ടാവുണ്ട്, ഒരു ദുഷ്ടൻ. ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളാണ് അദ്ദേഹവും. ആ ഉപദേശം കേട്ടുകൊണ്ടാണ് ഈ 50% കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു ഡിമാൻഡ് മാത്രമാണ് ഇന്ത്യ വെച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങിക്കും, തുടർന്നും എണ്ണ വാങ്ങിക്കും, കൂടുതൽ എണ്ണ വാങ്ങിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു.
ഉക്രൈന് വേണമെങ്കിൽ ഉക്രൈൻ വാങ്ങിച്ചു, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളത് വാങ്ങിക്കും. അതിൽ നിങ്ങൾ കൈകടത്താൻ വരണ്ട, ഇന്ത്യ റിപ്പബ്ലിക്കാണ്, ഞങ്ങൾ തീരുമാനമെടുക്കും. ആ 25% തീരുവ കുറയ്ക്കണം. മിക്കവാറും അതിനുള്ള തീരുമാനം ഇന്നോ നാളെയോ വരും. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ്. അപ്പോൾ അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ ഭാഗമായിട്ട് ഇന്ത്യ നിന്നുകൊണ്ട് ചൈനയുടെ കൂടെ ഒരു ചേരി, ഒരു രാഷ്ട്രീയ ചേരി ആവുമല്ലോ. അപ്പോൾ ഒരു അമേരിക്ക വിരുദ്ധ ചേരി, ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ചേരി, ആ ഒരു ചേരിയുടെ ഭാഗമാവുമെന്നാണ് വിചാരിച്ചത്. ആ സ്വപ്നം മുടങ്ങിപ്പോയതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മോദിയുടെ വിധേയത്വത്തിനും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ തീരുവ യുദ്ധത്തിനും എതിരെ മാത്രമല്ല, മോദിയുടെ വിധേയത്വം. മോദി ഒരു വിധേയത്വവും നടത്തിയില്ല. ഞാനിനി ഈ വാർത്തയുടെ മറ്റൊരു വശത്തേക്ക് കൂടി പോകാം. അതായത് ഇവര് ട്രംപിനെ വരട്ടുന്നു, മോദിയെ വരട്ടുന്നു, ഗാസയിൽ മനുഷ്യക്കുരുതി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുകയാണ്. ഇതേ അവസരത്തിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം വലിയ കൂട്ടക്കുരുതി നടക്കുന്നതിന് സമാനമായ കാര്യങ്ങളാണ്. അത് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി തടി തപ്പുകയാണ് ചെയ്തത്. അപ്പോൾ ആ വാർത്തയൊക്കെ തന്നെ തമസ്കരിക്കുന്നതിന് വേണ്ടിയല്ലേ ഇവരിപ്പോൾ മോദിക്കും ട്രംപിനും എതിരെയുള്ള ഒരു വലിയ വാർത്തയുമായിട്ട് ദേശാഭിമാനി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? ചിലപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഇത് നേരത്തെ കൂട്ടി തീരുമാനിച്ചതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം കേരളത്തിൽ ഒറ്റപ്പെട്ട ഒരുപാട് സംഭവങ്ങളാവുമ്പോൾ ആണല്ലോ അത് കൂട്ടമായിട്ടുള്ള ഒരു പോളിസിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പോട്ടെ, ഇപ്പം കോൺഗ്രസ് ചെയ്തിരിക്കുന്ന മണ്ടത്തരം എന്താ? അവർ ഒരാൾക്കെതിരെ മാത്രമാണ് ഇവിടെ ഇപ്പോൾ സമരം നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് ഇവിടെ തിരുവനന്തപുരത്ത് ആ ബിന്ദു അല്ലേ? അതെ, ബിന്ദുവിൻ്റെ ഒരു ഇരയാണ് ഉദയകുമാർ. ഇത് ഒരു ജനകീയ പ്രക്ഷോഭം ആവണമെങ്കിൽ അപ്പം ഇപ്പം കോൺഗ്രസ് സമ്മതിച്ചിരിക്കുന്നത് എന്താ? ആ സുനിത്ത് മാത്രമേ ഉള്ളൂ ഇതിലെ ഇര എന്നാണ്. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായില്ലേ? അപ്പോൾ ഒറ്റപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഛർദി അവരെടുത്ത് വിഴുങ്ങിയിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസ്സുകാർ തന്നെ പോയി കീഴടങ്ങി എന്നല്ലേ എൻ്റെ അർത്ഥം? അവരുടെ പാർട്ടിക്കാരന് വേണ്ടി മാത്രം. അപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടിയല്ല അവരുടെ സമരം, പാർട്ടിക്ക് വേണ്ടിയാണ് എന്നൊക്കെയല്ലേ വരുന്നത് വിജയൻ. അതെ, നമുക്ക് കോമൺ സെൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്, വലിയ ബുദ്ധിജീവി അല്ലാത്തതുകൊണ്ട് ചോദിച്ചു പോവുക. വലിയ സങ്കടമുണ്ട് കേട്ടോ. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ആ കുടുംബങ്ങൾക്ക് ഒരു മോറൽ, ഇനി ആ ജീവൻ തിരിച്ചെടുക്കാൻ പറ്റില്ല, പോയവരുടെ പോയി, ആരോഗ്യം പോയവരുടെ പോയി, കേൾവി ശക്തി നഷ്ടപ്പെട്ടവരുടെ ഇത് പോയി, എല്ലാം പോയി, ആരോഗ്യം പോയി, യൗവനവും പോയി, പലർക്കും നഷ്ടപ്പെട്ടു. പക്ഷേ അവർക്കൊരു ആശ്വാസം അണയ്ക്കാൻ വേണ്ടി അവരുടെ പേര് കൂടി ചേർത്തുകൊണ്ടൊരു സമരമല്ലേ നടക്കേണ്ടത്? അല്ല, ജനകീയ പ്രക്ഷോഭത്തിനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നതാണ്. അത് നശിപ്പിച്ച് നാറാണക്കല്ല് വെപ്പിച്ച് കഴിഞ്ഞു. പ്രതീകാത്മകമായിട്ട് 2 പേര് നിയമസഭാ കവാടത്തിൽ വെയിലും കൊള്ളാതെ സുഖമായിട്ടിരുന്ന് കഴിഞ്ഞാൽ, മഴയും കൊള്ളാതിരുന്ന ശീതീകരിച്ച മുറിയിലിരിക്കുന്നത് പോലെ പുറത്തിരിക്കുന്നത് നല്ല സൗകര്യമാണ്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഇതൊക്കെ ബിന്ദുവിന് ആശാസമരം എത്ര നാളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്? വെയിലും കാറ്റും പൊടിയും ഏറ്റുകൊണ്ട്, മഴയും വെയിലും ഏറ്റുകൊണ്ട്. എന്തൊരു സമരമാണ്, എന്ത് ഈ പ്രഹസനമായി നടന്നത്. വലിയ സങ്കടം തോന്നുന്നു. അത് വേറൊരു ഇത്. അപ്പോൾ ഇവർ ആഗോള വ്യാപകമായ സമരമാണ്. ഇത് ചൈനയ്ക്ക് വേണ്ടിയാണ്. പണ്ട് നമ്മളൊരു വാക്യം വായിച്ചിട്ടില്ലേ? അതായത് റഷ്യയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കുടവഴി. ഇതിപ്പോൾ ചൈനയെ തകർക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം. യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ചൈനയ്ക്ക് 100%, നേരത്തെ കുറവുണ്ടായിരുന്നു ഇന്ത്യയേക്കാൾ അവർക്ക് താരിഫ്, അതിപ്പം 100% ആക്കിക്കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ സഹായമില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയുണ്ട്. അവർ മിക്കവാറും അത് സ്വീകരിക്കും. ഇന്ത്യക്കെതിരെ അവർ നടത്തില്ല. കാരണം യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ ഇപ്പോൾ സമഗ്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ്. ബ്രിട്ടനുമായിട്ട് ആൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ത്യയെ അവർക്ക് ആവശ്യമാണ്. പക്ഷേ ചൈന അവർക്ക് അത്രയും അത്യാവശ്യമുള്ളൊരു സംഗതിയല്ല. അമേരിക്ക മതി. അപ്പോൾ അമേരിക്കയും ചൈനയും കൂടെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവർ ചൈനയുടെ പക്ഷം നിൽക്കും, അമേരിക്കയുടെ പക്ഷം നിൽക്കുമോ? യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ പക്ഷം തന്നെ നിൽക്കും. അതാണിപ്പോൾ CPM-നെ വെട്ടിലാക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഒരു സഹായം ചൈനയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചൈന അമേരിക്കയെ നേരിടാൻ ശക്തി ഉണ്ടായേനെ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ, എൻ്റെ രഹസ്യം. ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞത് ശരിയാണ്. എവിടെയാണ്? ഇന്ത്യയിലല്ല, ചൈനയിൽ. കാരണം എന്താണ്? ഒരു ഇക്കണോമി ഗ്രോ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അങ്ങ് വളർന്നു കഴിഞ്ഞു. പിന്നെ അത് വയസ്സായി, ഡെഡായി. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം തന്നെ ഉദാഹരണമായിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ സമയം പോയതുകൊണ്ട്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിസം എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ആനബോളിസം, കാറ്റബോളിസം എന്നിട്ട് 2 വിഭാഗങ്ങളുണ്ട്. നമ്മൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 25 വയസ്സ് വരെയാണ് ആനബോളിസം എന്ന് പറയുന്ന പ്രവൃത്തി നടക്കുന്നത്. നമ്മൾ ശരീരം ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക. ഈ 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കാറ്റബോളിസം, കുറച്ച് സെല്ലുകൾ ഓരോന്നായിട്ട് നശിച്ച്. അതുകൊണ്ടാണ് ഈ സ്പോർട്സിലൊക്കെ പോകുന്നവർ 25 വയസ്സ് വരെയാണ് അവരുടെ പ്രൈം ഓഫ് ദെയർ യൂത്ത് എന്ന് പറയുന്നത്.
അങ്ങനെ വളർന്നുകൊണ്ട് അതിൻ്റെ പരമാവധി 100 വയസ്സായാലും എന്ത് ചെയ്യും ആ എക്കോണമി? കാറ്റബോളിസം കൂടി വന്നിട്ട് ഒരു ജഡാവസ്ഥയിലെത്തും. ആ അവസ്ഥയാണിപ്പോൾ. വയസ്സന്മാരുടെ എണ്ണം കൂടുതലുമാണ് ചൈനയിൽ. ഇന്ത്യ അതല്ല. ഇന്ത്യ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ഇൻ ദ വേൾഡ്. എല്ലാവരും വേൾഡ് ബാങ്കും ADBയും എല്ലാം സമ്മതിക്കുന്ന കാര്യമാണ്. വയസ്സന്മാരുടെ അവസ്ഥയിലേക്ക് ബേബി പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നത് അല്ലേ? വന്നിരിക്കുക. പക്ഷേ ചെറുപ്പക്കാരുടെ എണ്ണം, അതുപോലെ തന്നെ ക്രയശേഷിയുടെ ഉള്ളവരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് എക്കോണമി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആർക്കാണ്? അമേരിക്ക ഇത്രയധികം താരിഫ് ഏർപ്പെടുത്തിയിട്ട് ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല. സത്യം പറഞ്ഞ് ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ ധൈര്യത്തോട് മോദി ഇടുന്നത്. നമ്മുടെ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സബ് പ്രൈം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. സബ് പ്രൈം ബാങ്കിങ് അങ്ങനെയുള്ള ഇക്കോണമിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അടിസ്ഥാനമുണ്ട് നമുക്ക്. ആ അടിസ്ഥാനത്തെ ആർക്കും തകർക്കാൻ പറ്റില്ല. ആ ധൈര്യമുണ്ട്. പിന്നെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 3-ാം സ്ഥാനത്ത് 11 കോൺഗ്രസ് ഭരണകാലത്തെ 11-ാം സ്ഥാനത്തിൽ നിന്നാണ് മോദി ഇതിനെ 4-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായി? 10 ഇരട്ടിയാണ് GDP വളർന്നിരിക്കുന്നത്. 10 ഇരട്ടിയാണ് വളർച്ച ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരും. എല്ലാ രംഗത്തും വളർച്ചയുണ്ട്, എല്ലാം വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഇക്കോണമി ഒരിക്കലും ഒരു ഡിഡ് ഇക്കോണമി അല്ല, ലൈവ് ഇക്കോണമിയാണ്. ലൈവ് എന്ന് മാത്രമല്ല, അതൊരു എനർജറ്റിക് ഇക്കോണമിയാണ്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക തിരിച്ചിങ്ങോട്ട് വരേണ്ടി വന്നത്. വിധേയത്വം കാണിച്ചത് മോദിയല്ല, ഡൊണാൾഡ് ട്രംപാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നടത്തുന്ന ഒരു ശരിക്കുമുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ജന്മദിനാശംസയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചീഫ് നെഗോഷിയേറ്റർ ബ്രെൻറ്റൺ ലിഞ്ച് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.